പോയ വാരം തുടങ്ങിയത് നമ്മെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ടാണ്. 20,000-ലേറെ ഗാനങ്ങൾ പാടിയ നമ്മുടെ സ്വന്തം എസ് ജാനകി യാത്രയാവും. നമുക്കറിയാം, മലയാളിയെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, വ്യത്യസ്തമായ ഭാഷകളിലാണ് അവർ പാടിയിട്ടുള്ളത്. ആ പാട്ടുകളിൽ ഓരോന്നും അത് കേട്ടുറങ്ങിയവരുണ്ട്, അതിൽ ആവേശം കൊണ്ടവരുണ്ട്, അതിൽ അലിഞ്ഞവരുണ്ട്. മലയാളിക്ക് ആ ശബ്ദം ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണ്. വെയിലറിയാതെ, മഴയറിയാതെ, വർഷങ്ങൾ പോയതറിയാതെ മലയാളി മുന്നോട്ട് നീങ്ങിയത് ജാനകിയമ്മയുടെ സ്വരത്തിലാണ്. പാട്ടഭ്യസിക്കാൻ ചെന്നപ്പോൾ നിങ്ങളുടെ സ്വരത്തിൽ താളവും ലയവും ശ്രുതിയും അലിഞ്ഞു ചേർന്നിരിക്കുന്നു എന്ന് ഗുരു പറഞ്ഞു കൊടുത്ത, അല്ലെങ്കിൽ അങ്ങനെയാണ് ആ സ്വരമെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്ത ഗുരുവിൻ്റെ സ്വരം കേട്ട ജാനകി. ആ ജാനകിയമ്മ ഇന്ന് നമ്മോടൊപ്പമില്ല. ലോകത്തിൽ തന്നെ ഇത്രയേറെ ഗാനങ്ങൾ ആലപിച്ച ഒരു ഗായിക ഉണ്ടാവില്ല. മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്തും മറക്കാൻ കഴിയാത്ത എസ് ജാനകി മൗനമായി, നിറയും മൗനമായി ഏതോ ലോകത്ത് പോയി മറിഞ്ഞിരിക്കുന്നു. ആ വേദനയിലായിരുന്നു ഈ ആഴ്ചയുടെ ആരംഭം. എന്നാൽ തൊട്ടുപുറകെ ഒരു നേട്ടത്തിലേക്ക് നമ്മൾ കാലെടുത്തു. ഒരു മലയാളി ബന്ധമുള്ള, അല്ലെങ്കിൽ മലയാളി എന്ന് പറയാൻ കഴിയുന്ന അനിൽ മേനോൻ, അദ്ദേഹം ബഹിരാകാശത്തിലേക്ക് യാത്രയാവുന്നു. സോയൂസ് മിഷന്റെ ഭാഗമായിട്ടാണ്. 8 മാസക്കാലത്തെ ഒരു മിഷനാണ്. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തി അവിടെ താമസിച്ച് 8 മാസക്കാലം ആ ഗവേഷണങ്ങളിൽ പങ്കാളിയാകാൻ. മുമ്പ് അദ്ദേഹത്തിൻ്റെ ഭാര്യ അന്ന മേനോനും ഇതുപോലെ ബഹിരാകാശത്തിലേക്ക് പോയിട്ടുണ്ട്. എന്തായാലും ലോകത്ത് ബഹിരാകാശത്തോട്ട് പോകുന്ന കൂട്ടത്തിൽ ഒരു മലയാളിയുടെ പേരും ഇടം നേടി എന്നുള്ളത് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമാണ്. ഇത് കർക്കിടക മാസമാണ്. രാമജപങ്ങൾ എല്ലായിടത്തും ഉയർന്നു കേൾക്കുന്ന കർക്കിടക മാസം. പക്ഷെ ഈ കർക്കിടക മാസം മലയാളിക്ക് സമ്മാനിക്കുന്നത് കറണ്ട് കട്ടാണ്. ഇതിനു മുമ്പ് ചരിത്രത്തിൽ ഒരിക്കലും കർക്കിടക മാസത്തിൽ കേരളത്തിൽ കറണ്ട് കട്ട് വേണ്ടി വന്നിട്ടില്ല. പക്ഷെ ഇപ്പോൾ UDF ഭരിക്കാൻ ആരംഭിച്ചപ്പോൾ ഈ ജൂലൈ പകുതി കഴിഞ്ഞു, കർക്കിടകത്തിലേക്ക് കടന്നു. എന്നിട്ടും കറണ്ട് കട്ടാണ്. കുറ്റം ഇപ്പോഴും 10 വർഷം മുമ്പ് ഭരിച്ച, അല്ലെങ്കിൽ മുൻകാലങ്ങളിലെ 10 വർഷങ്ങളിലേക്ക് ആക്ഷേപിക്കുകയാണ്. എന്നാൽ ആ 10 വർഷങ്ങളിൽ ഒരു ദിവസം പോലും കറണ്ട് കട്ടില്ലാതെ മാനേജ് ചെയ്യാൻ അന്നത്തെ ഗവൺമെന്റിന് സാധിച്ചു എന്നുള്ള ആ ഒരു സത്യം പോലും മറച്ചു വെച്ചുകൊണ്ട് മുൻ ഗവൺമെന്റുകളെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന ഗവൺമെന്റിനെയാണ് നമ്മൾ കാണുന്നത്. വിദ്യാർത്ഥികൾക്ക് അതുപോലെ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അതും ആ കറണ്ട് കട്ട് നേരത്തെ പ്രഖ്യാപിച്ചിട്ടാണെങ്കിൽ നമുക്കതിന് കരുതിയിരിക്കാൻ കഴിയും. അതില്ലാതെ ഏതെങ്കിലുമൊക്കെ സമയത്ത്, തോന്നുന്ന സമയത്ത് ജനങ്ങളെ കഷ്ടത്തിലാക്കുന്ന രീതിയിൽ കറണ്ട് കട്ട് നടപ്പിലാക്കുന്ന ഒരു വൈദ്യുതി മന്ത്രിയും ഗവൺമെന്റും നമുക്ക് വന്നിരിക്കുന്നു. ഒരു ഭാഗത്ത് ജനങ്ങൾ ഇരുട്ടിലാഴുമ്പോൾ പ്രഖ്യാപനങ്ങൾ കുറയ്ക്കുന്നില്ല നമ്മുടെ ഈ പഴയ രാജകുമാരൻ, പുതിയ മുഖ്യമന്ത്രി. ഒരു ദിവസം അദ്ദേഹം പറയുന്നു 10,000 കോടിയുടെ നിക്ഷേപം ടാറ്റ കൊണ്ടുവരും കപ്പൽ നിർമ്മാണത്തിന് കേരളത്തിൽ. അങ്ങനെ അവർ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ അതിന് വേണ്ടുന്ന ഭൂമി കൊടുക്കും എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ടാറ്റ പറയുന്നു ഈ ദക്ഷിണേന്ത്യയിൽ ഒരിടത്തും കപ്പൽ നിർമ്മിക്കുന്നതിനെ പറ്റി ഞങ്ങൾ ആലോചിച്ചിട്ട് പോലുമില്ല. അപ്പൊ ടാറ്റ ആലോചിക്കുന്നതിന് മുമ്പ് പ്രഖ്യാപനങ്ങൾ നടത്താനും മാത്രമുള്ള ആധികാരികമായ ഒരു കഴിവും, അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഒരു ശക്തിയുമൊക്കെ നമ്മുടെ മുഖ്യമന്ത്രിക്ക് എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? ടാറ്റയുടെയും ബിർളയുടെയും അദാനിയുടെയും അംബാനിയുടെയും ഒക്കെ കാര്യങ്ങൾ നേരത്തെ കൂട്ടി പറയാൻ കഴിയുന്ന ഒരാളാണോ നമ്മുടെ മുഖ്യമന്ത്രി? പിഴിഞ്ഞത്തെ കഥ അവിടെ നിൽക്കട്ടെ. കാണുന്നത് ഏതു പ്രഖ്യാപനവും ഒരടിസ്ഥാനവുമില്ലാത്ത പ്രഖ്യാപനങ്ങൾ നമുക്ക് മുന്നിൽ നടത്തുക. എന്നിട്ട് തൊട്ടുപുറകെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ അതിൻ്റെ അർത്ഥം അതല്ല എന്ന് ഔദ്യോഗികമായ വിശദീകരണങ്ങൾ കൊടുക്കുക. ഈ മുഖ്യമന്ത്രി വാക്കുകൾ കൊണ്ട് മലയാള ജനതയെ വഞ്ചിക്കുന്ന, ഈ ചരിത്രത്തിനോട് ഏറ്റവും നീതികേട് കാണിക്കുന്ന ഒരു മനുഷ്യനായി മാറുന്നു എന്ന് നാളത്തെ തലമുറ പറഞ്ഞാൽ അവരെ കുറ്റം പറയാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ നിലപാടുകളിലും നമ്മൾ കണ്ടു. അത് PM ശ്രീ വന്നാൽ കണ്ടു, വിഴിഞ്ഞം വന്നാൽ കണ്ടു, ഇപ്പോൾ ടാറ്റയുടെ കാര്യം വരുമ്പോൾ കാണുന്നു. എല്ലാ നിലപാടുകളിലും അതാണ് നമ്മൾ കാണുന്നത്. എന്തിനാണ്, ആരെയാണ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്? എല്ലാ കാലഘട്ടത്തിലും ഇതുപോലെയുള്ള കപട നാടകങ്ങൾ കൊണ്ട് ജനങ്ങളെ വഞ്ചിക്കാൻ കഴിയും എന്ന് കരുതുന്നുണ്ടെങ്കിൽ അദ്ദേഹം എവിടെയാണ്
നിലകൊള്ളുന്നതെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ദേശീയ തലത്തിലേക്ക് പോയാൽ കാഴ്ചകൾക്ക് മാറ്റമില്ല. ന്യൂഡൽഹിയിൽ ഒരു വലിയ മനുഷ്യൻ, ലളിതമായി ജീവിക്കുന്ന ഒരു വലിയ മനുഷ്യൻ, സോനം വാങ്ചുക്, സാമൂഹിക പരിഷ്കർത്താവാണ്, പരിസ്ഥിതി പ്രവർത്തകനാണ്, വിദ്യാഭ്യാസ പ്രവർത്തകനാണ്. അദ്ദേഹം നിരാകാരത്തിലാണ്. അദ്ദേഹം നിരാകാരം ഇരിക്കുന്നത് ചെറുപ്പക്കാരുടെ സമരത്തിന്റെ വേദിയിലാണ്. നമ്മൾ കണ്ടു നേരത്തെ അവിടെ CJP, കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ സമരരംഗത്തേക്ക് വരുന്നത് കണ്ടു. അവരാവശ്യപ്പെട്ടത് എല്ലാ പരീക്ഷകളും കുളമാക്കി മാറ്റിയ, വിദ്യാർത്ഥികളുടെ ഭാവി കളഞ്ഞ, നിരവധി വിദ്യാർത്ഥികളെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട കേന്ദ്രത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ്. ഇത്രയേറെ ക്രമക്കേടുകൾ നടന്നിട്ടും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ നിയന്ത്രിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി ഒരു വാക്കുപോലും മറുപടി പറയാൻ തയ്യാറാതെ നിൽക്കുമ്പോൾ, ആ മന്ത്രിയെ സംരക്ഷിക്കാൻ ഒരു മടിയും കാണിക്കാത്ത പ്രധാനമന്ത്രി നിൽക്കുമ്പോൾ വിദ്യാർത്ഥികൾ സമരരംഗത്ത് വന്നു. സോനം വാങ്ചുക് അവിടെ നിരാകാരമിരിക്കുന്നു. ഇന്നിപ്പോൾ 21ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില വളരെ മോശമായിരിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം സമരം ചെയ്യുന്ന ASFന്റെ വിദ്യാർത്ഥി സഖാക്കളുണ്ട്. നേഹ, മനീഷ്, അമീൻ. അവരുടെ ആരോഗ്യനിലയും ഗുരുതരാവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കും. ഈ സമരം അവസാനിപ്പിക്കാൻ ഒരു നടപടിയും സ്വീകരിക്കാത്ത ഒരു ഗവൺമെന്റിനെ നമ്മൾ കാണും. ഏത് കാലഘട്ടത്തിലാണ് വിദ്യാർത്ഥികളുടെ നീറുന്ന പ്രശ്നങ്ങൾ, അവരുടെ പ്രതീക്ഷകൾ തകർന്നു വീഴുമ്പോൾ, അവരുടെ സ്വപ്നങ്ങൾ ചിറക് മുറിഞ്ഞ് താഴെ വീഴുമ്പോൾ അവ പരിഹരിക്കാനായി അവർ ഉയർത്തുന്ന മുറവിളികൾക്ക് ചെവി കൊടുക്കാത്ത ഒരു സർക്കാർ, അത്തരമൊരു സർക്കാരാണ് ദൗർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തുള്ളത്. ഏത് കാലഘട്ടത്തിൽ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഇതിന് ചെവി കൊടുക്കാൻ കഴിയുമോ ഇല്ലയോ? കാരണം അദ്ദേഹം ഇപ്പോഴും അവിടെ അയോധ്യയിലും അതേപോലെ ബദ്രീനാഥിലും ആഗ്രയിലും അങ്ങനെ എണ്ണിയാടൊരുങ്ങാത്ത അമ്പലങ്ങളിൽ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ നടത്തുന്ന അഴിമതി കഥകളിലും അല്ലെങ്കിൽ അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളിലും നിൽക്കുകയായിരിക്കും. അതിലൊന്നും ഒരു നിമിഷ നേരം ഈ രാജ്യത്തെ ചെറുപ്പക്കാർക്ക് വേണ്ടി മാറ്റിവെക്കാൻ പ്രധാനമന്ത്രി തയ്യാറാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അന്തർദേശീയ രംഗത്ത് 2 യുദ്ധങ്ങൾ നമ്മൾ കാണും. ഒന്ന് വലിയൊരു പോരാട്ടമാണ്. അത് മെക്സിക്കോയിലും അമേരിക്കയിലും കാനഡയിലുമായി നടക്കുന്ന ഫിഫ വേൾഡ് കപ്പാണ്. അത് അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞിരിക്കും. ആരാകും ചാമ്പ്യന്മാർ? സ്പെയിനാകുമോ അർജന്റീനയാകുമോ? അത് കേവലം മണിക്കൂറുകൾക്കകം അതറിയാൻ കഴിയും. അവിടെ പുതിയ ചാമ്പ്യൻ ഉണ്ടാവും. ഗോൾഡൻ ബൂട്ട് അണിയാൻ പുതിയ ആളുകൾ കടന്നു വരും. അതൊക്കെ നമ്മൾ കാണും. ആരായിരിക്കും? എംബാപ്പെ ആയിരിക്കുമോ? മെസ്സി ആയിരിക്കുമോ? അതോ കെയ്ൻ ആയിരിക്കുമോ? ആരാണ് ഗോൾഡൻ ബൂട്ട് അണിയുക എന്ന് ലോകം ഉറ്റുനോക്കുന്നു. ആ കിരീടം ഉയർത്തുന്നത് ആരാണെന്ന് ലോകം ഉറ്റുനോക്കും. എന്നാൽ അതേസമയം വേറൊരു യുദ്ധമുണ്ട്. അത് ഇതുപോലെയുള്ള അന്തസ്സുള്ള യുദ്ധമല്ല. അത് ഭീകരതയുടെ യുദ്ധമാണ്. ഈ ലോകത്തെ ഭീകരതയിലേക്ക് തള്ളിവിടുന്ന അമേരിക്ക, എല്ലാത്തിനെയും തകർക്കാൻ ശ്രമിക്കുന്ന അമേരിക്ക, ഒരു യുദ്ധപ്രഖ്യാപനവും അതിനുശേഷം യുദ്ധവും അതിനുശേഷം ഒത്തുതീർപ്പും നമ്മൾ കണ്ടു. വിട്ടുവീഴ്ചയായി കരാറായി എന്ന് നമ്മൾ കേട്ടു. കരാറായി എന്ന് ട്രംപ് പറയുന്നതും നമ്മൾ കേട്ടു. പക്ഷെ അതേ അമേരിക്ക ഇറാന്റെ എല്ലാ സ്ഥലങ്ങളിലും ബോംബ് വർഷിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നിനു പുറകെ ഒന്നായി ഓരോ ഇറാൻ നഗരങ്ങളും കത്തിയെരിഞ്ഞുകൊണ്ടിരിക്കുന്നു. കടലിനും ശാന്തതയില്ല. അവിടെ കപ്പലുകൾ ആക്രമിക്കപ്പെടുന്നു. കരയിലും കടലിലും ആകാശത്തും നാശം വിതറുന്ന യുദ്ധത്തിന്റെ നാളുകൾ എന്ന് അവസാനിക്കുമോ ആവോ നമുക്കറിയില്ല. ലോകസമാധാനത്തിന് നോബൽ സമ്മാനം കിട്ടാത്തതിൽ ഖിന്നനായി നിന്ന ട്രംപ് ഇന്ന് ഈ ലോകത്തെ ആകെ ഭസ്മമാക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ആ ഭസ്മാസുരനെ അടക്കി നിർത്താൻ കഴിയുന്ന ജനാധിപത്യമുള്ള ബോധമുള്ള ഒരു ജനത അമേരിക്കയിൽ ഉയർന്നു വരുന്നു എന്ന് നമ്മൾ ചില സംഭവങ്ങളിലൂടെ കാണുന്നു. അവിടെ നടക്കുന്ന ചില തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹത്തിന്റെ വൈസ് പ്രസിഡന്റ് പോലും വ്യത്യാസമുള്ള വ്യതിരക്തമായ സ്വരമുയർത്തും നമ്മൾ കാണും. ഇന്നല്ലെങ്കിൽ നാളെ ആ അഭിപ്രായ ഭിന്നതകൾ പുറത്തു വരികയും ഇതുപോലെയുള്ള ഭീകരതയുടെ നാളുകൾ അവസാനിപ്പിക്കാൻ അമേരിക്കൻ ജനത അവരുടെ നേതാവിനെ നിർബന്ധിക്കുകയും ചെയ്യും എന്ന് നമുക്ക് വിശ്വസിക്കാം.